ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിസൈൻ ഓഫ് കപ്ലിംഗ് ആണ്. ഡിസൈൻ ഓഫ് കപ്ലിങ്ങിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. എ ലൈൻ ഷാഫ്റ്റ് ഈസ് ടു ട്രാൻസ്മിറ്റ് 40 kilowatt at 150 rpm. The shaft pieces are connected by muff coupling. Design the coupling assuming an overload of 20%. The following permissible stresses may be used. Shear stress for shaft and key material 40 megapascal. Crushing stress for key material 90 megapascal. Shear stress for muff material 15 megapascal. അപ്പോൾ നമുക്ക് ഒരു മഫ് കപ്ലിംഗ് ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം മഫ് കപ്ലിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് 3 പാർട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഒരു കപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഷാഫ്റ്റുകൾ തമ്മിലുള്ള പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ജോയിൻ ചെയ്യാനുമാണ് നമ്മൾ കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കപ്ലിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 പാർട്ട് ഡിസൈൻ ചെയ്യണം. ഒന്ന് ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യണം, അതുപോലെ സ്ലീവ് ഡിസൈൻ ചെയ്യണം, അതേപോലെ കീ ഡിസൈൻ ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് ഇവിടെ തന്നിട്ടുള്ള ഡാറ്റാസ് ഒരു ലൈൻ ഷാഫ്റ്റാണ്. ലൈൻ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 kilowatt ആണ്. അതിൻ്റെ സ്പീഡ് 150 rpm ആണ്. പിന്നെ പറഞ്ഞുള്ളത് അതിൽ ഓവർലോഡ് 20%, അതായത് ടി മാക്സ് ഈക്വൽ ടു 20% മോർ ദാൻ ടി മീൻ ആണ്. അതായത് 100 + 20/100 ടി മീൻ. അതായത് ടി മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.2 ടി മീൻ ആണ്. പിന്നെ കീയുടെയും ഷാഫ്റ്റിൻ്റെയും ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്, കീയുടെ ക്രഷിങ് സ്ട്രെസ് തന്നിട്ടുണ്ട്, അതുപോലെ മഫിൻ്റെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് ഡിസൈൻ ഓഫ് ഷാഫ്റ്റാണ്. ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് സ്റ്റെപ്പ് 1 ആണ് ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ആദ്യം എന്താ അറിയണം? ടോർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ടോർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടി മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.2 ടി മീനാണ്. അപ്പോൾ നമുക്ക് മീൻ ടോർക്ക് അറിയണം. അപ്പോൾ മീൻ ടോർക്ക് ഈക്വൽ ടു 60p/2πn. 60p/2πn ആണ് ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ പവർ നമുക്ക് തന്നിട്ടുണ്ട് 40 kilowatt ആണ്. അപ്പോൾ 40 × 40 kilowatt ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? വാട്ടിലേക്ക് മാറ്റണമെങ്കിൽ 10⁻³ ഡിവൈഡഡ് ബൈ 2πn. 2πn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് 150 rpm. അപ്പോൾ മീൻ ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2546.48 Newton meter. അപ്പോൾ നമുക്ക് മീൻ ടോർക്ക് കിട്ടി. ഇനി ഇതിൻ്റെ മാക്സിമം ടോർക്ക് കാണണം. അപ്പോൾ ടി മാക്സ് ഈക്വൽ ടു 1.2 ടി മീനാണ്. 1.2 × 2546.48 that is equal to 3055.776 Newton meter. അതായത് 3055.76 × 10⁻³ Newton mm. അപ്പോൾ ഇതാണ് മാക്സിമം ടോർക്ക്. ഇനി ഇതിൽ നമുക്ക് എന്ത് കാണണം? ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കാണണം. ടി മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 3055.776
10⁻³ ന്യൂട്ടൺ mm. അപ്പോൾ നമുക്കറിയാം സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷൻ T = π/16 ടോ dq. ഇതിൽ നമുക്ക് ഡയമീറ്റർ കാണാം. ഡയമീറ്റർ കാണാനുള്ള ഇക്വേഷൻ √16T/π ടോ. ഈ T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Tmax ആണ്. അപ്പോൾ ഇതിലേക്ക് വാല്യൂസ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. 16 × Tmax എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ 3055.776 × 10⁻³ ഡിവൈഡഡ് ബൈ π × ടോ. ടോ നമുക്ക് തന്നിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് ഫോർ ഷാഫ്റ്റ് 40 MPa. അപ്പോൾ നമുക്ക് ഡയമീറ്റർ കിട്ടും 73 mm. അപ്പോൾ ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാം 80 mm. അപ്പോൾ ഇതാണ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ. അപ്പോൾ കപ്ലിംഗ് ഡിസൈൻ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണെന്ത്? ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്. നമുക്കവിടെ കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു Tmax = 20% മോർ ദാൻ Tmean. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് Tmax = 1.2 Tmean കിട്ടി. അതിന് മീൻ ടോർക്ക് കണ്ടു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? മാക്സിമം ടോർക്ക് കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് നമ്മൾ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കണ്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ഓഫ് സ്ലീവാണ്. അപ്പോൾ നമ്മൾ കപ്ലിംഗ് ഡിസൈൻ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്. അതിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചു 80 mm. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് 2 ഡിസൈൻ ഓഫ് സ്ലീവാണ്. നമുക്കറിയാം കപ്ലിംഗ് ആവുമ്പോൾ കപ്ലിംഗ് ഒരു ഹോളോ ഷാഫ്റ്റ് പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് ഡയമീറ്ററും ഉണ്ട്, ഔട്ട്സൈഡ് ഡയമീറ്ററും ഉണ്ട്. ഈ ഡിസൈൻ ഓഫ് സ്ലീവിൽ നമുക്ക് കപ്ലിങ്ങിൻ്റെ ഇൻസൈഡ് ഡയമീറ്ററും അറിയണം, ഔട്ട്സൈഡ് ഡയമീറ്ററും കണ്ടുപിടിക്കണം, അതുപോലെ സ്ലീവിൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കപ്ലിങ്ങിൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിന് ഈക്വലാണ്. അപ്പോൾ ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് കപ്ലിംഗ് ഇൻസൈഡ് diameter of sleeve that's equal to 80 mm. കപ്ലിങ്ങിൻ്റെ സ്ലീവ് കപ്ലിങ്ങിൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിന് ഈക്വലാണ്. ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് സ്ലീവ് ക്യാപിറ്റൽ D = സ്ലീവിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2D + 13. ഈ D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് ഡയമീറ്റർ, അതായത് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ. അപ്പോൾ നമുക്ക് ഔട്ട്സൈഡ് ഡയമീറ്റർ കിട്ടും 2 × 80 + 13 that's equal to 173 mm. ഇനി നെക്സ്റ്റ് കാണേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത് ഓഫ് sleeve. Length of sleeve L is equal to 3.5D. 3.5 × D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 that is equal to 280 mm. അപ്പോൾ നമുക്ക് ഒരു സ്ലീവിൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ കിട്ടി. അതായത് ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിന് ഈക്വലാണ്. നെക്സ്റ്റ് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2D + 13 ആണ്, അത് 173 mm. ഇനി ലെങ്ത് ഓഫ് സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.5D, 3.5 × ഇൻസൈഡ് ഡയമീറ്റർ, അതായത് 280 mm. ഇനി നമുക്ക് ഇതിൻ്റെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. അതായത് മഫ് കപ്ലിംഗ് ആണ്, സ്ലീവ് കപ്ലിങ്ങിൻ്റെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷിയർ സ്ട്രെസ് നമുക്ക് എന്ത് ചെയ്യണം? സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ഡിസൈൻ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ മഫിനെ, അതായത് ഈ കപ്ലിങ്ങിനെ നമ്മളൊരു ഹോളോ ഷാഫ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹോളോ ഷാഫ്റ്റിൻ്റെ ഷിയർ സ്ട്രെസ്
ഈ ടേം വെച്ചിട്ട് നമ്മൾ ഹോളോ ഷാഫ്റ്റിൻ്റെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക. അതായത് ഈ മഫിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക. എങ്ങനെ? കപ്ലിങ്ങിനെ ഒരു ഹോളോ ഷാഫ്റ്റായിട്ട് കൺസിഡർ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ കണ്ടു, അതുപോലെ ഔട്ട്സൈഡ് ഡയമീറ്റർ കണ്ടു, ലെങ്ത്ത് കണ്ടു. ഇനി നമ്മൾ ഈ സ്ലീവിൽ ഇൻഡ്യൂസ് ചെയ്യണ ഷിയർ സ്ട്രെസ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഷിയർ സ്ട്രെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്ലീവിനെ ഒരു ഹോളോ ഷാഫ്റ്റായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഹോളോ ഷാഫ്റ്റായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ചെക്കിങ് ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് by considering as a hollow shaft. ഇപ്പോൾ ഒരു ഹോളോ ഷാഫ്റ്റിൻ്റെ സ്ട്രെങ്ത്ത് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. T = π/16 tau dq 1 - k⁴. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവിൽ മഫിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഷിയർ സ്ട്രെസ് കാണാം. tau m = 16t divided by pi dq 1 - k⁴. ഇപ്പോൾ 16 × t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി മാക്സ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. മാക്സിമം ഷിയർ സ്ട്രെസ് 3055.776 × 10⁻³ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു d³. അതായത് ഔട്ട്സൈഡ് ഡയമീറ്റർ, സ്ലീവിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ 173 mm. 173³ ഇൻറ്റു 1 - k എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് ഡയമീറ്റർ ബൈ ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ് k. അപ്പോൾ 1 - 80/173⁴. അപ്പോൾ നമുക്ക് ഷിയർ സ്ട്രെസ് സ്ലീവിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് കിട്ടും 3.15 MPa. ഇപ്പോൾ നമുക്ക് ഓൾറെഡി മഫിൻ്റെ മുകളിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട് 15 MPa. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.15 MPa ആണ്. നമുക്ക് തന്നതിനേക്കാളും കുറവാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്ത ഈ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫാണ്. Therefore, design is safe. അപ്പോൾ നമ്മൾ ഡിസൈൻ ഓഫ് സ്ലീവ് കണ്ടു. ഇനി അടുത്ത സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ഓഫ് കീ ആണ്. കപ്ലിങ്ങിൻ്റെ മുകളിലുള്ള കീ നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? കീയുടെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്, ക്രഷിങ് സ്ട്രെസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇതൊരു റെക്റ്റാങ്കുലർ കീ ആണ്. അപ്പോൾ റെക്റ്റാങ്കുലർ കീയുടെ വിഡ്ത്ത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d/4 ആണ്. അപ്പോൾ d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ, അതായത് 80 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കീയുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 mm കിട്ടും. ഇനി റെക്റ്റാങ്കുലർ കീയുടെ തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d/6 ആണ്. അതായത് 80/6 ദാറ്റ്സ് ഈക്വൽ ടു, അതായത് 13.3 ദാറ്റ്സ് ഈക്വൽ ടു 14 mm. ഇനി ഒരു കീയുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കീയുടെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ സ്ലീവിൽ നിന്ന് നമുക്ക് കിട്ടിയ ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 280 ആണ്. 280/2 ദാറ്റ്സ് ഈക്വൽ ടു 140 mm. ഇനി നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ഷിയർ സ്ട്രെസ്സും തന്നിട്ടുണ്ട്, ക്രഷിങ് സ്ട്രെസ്സും തന്നിട്ടുണ്ട്.
ഇത് രണ്ടും നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സുകൾ സേഫ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ചെക്കിങ് ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ്. കീയുടെ മുകളിൽ ആക്ട് ചെയ്യണ ഷിയർ സ്ട്രെസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഷിയർ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു നമുക്കറിയാം 2T ഡിവൈഡഡ് ബൈ L ഇൻറ്റു W ഇൻറ്റു D. കീയുടെ മുകളിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ 2T max ഡിവൈഡ് ബൈ L ഇൻറ്റു W ഇൻറ്റു D. അപ്പോൾ നമുക്ക് ടി മാക്സ് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് 3055.76 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീയുടെ ലെങ്ത്ത് 140 ഇൻറ്റു W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീയുടെ വിഡ്ത്ത് 20, D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 80. അപ്പോൾ നമുക്ക് കിട്ടും 27.28 മെഗാ പാസ്കൽ. ഇനി നമുക്ക് കാണേണ്ടത് കീയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ക്രഷിംഗ് സ്ട്രെസ്. ചെക്കിങ് ഇൻഡ്യൂസ്ഡ് ക്രഷിംഗ് സ്ട്രെസ്. സിഗ്മ C is equal to 4T max divided by L into T into D. നമുക്ക് T max അറിയാം, മാക്സിമം ഷിയർ സ്ട്രെസ്, ഷിയർ സ്ട്രെങ്ത്, മാക്സിമം ടോർക്ക്. 4 into 3055.776 into 10⁻³ ഡിവൈഡഡ് ബൈ L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീയുടെ ലെങ്ത്ത് 140, T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീയുടെ തിക്നെസ് 14, D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 80. അപ്പോൾ നമുക്ക് കിട്ടും 77.95 മെഗാ പാസ്കൽ. അപ്പോൾ നമുക്ക് ഷിയർ സ്ട്രെസ്സും അതേപോലെ ക്രഷിംഗ് സ്ട്രെസ്സും ചെക്ക് ചെയ്തു. കീയുടെ മുകളിൽ ഈ ഡിസൈൻ വെച്ചിട്ട് നമുക്ക് കിട്ടണ ഇൻഡ്യൂസ് ചെയ്യണ ഷിയർ സ്ട്രെസ്സും ക്രഷിംഗ് സ്ട്രെസ്സും നമുക്ക് എന്ത് ചെയ്തു, ചെക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 27.28 മെഗാ പാസ്കലാണ്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 മെഗാ പാസ്കലാണ്. 40നേക്കാളും കുറവാണ് ഇൻഡ്യൂസ് ചെയ്ത്, നമുക്ക് തന്ന ഷിയർ സ്ട്രെസ്സിനേക്കാളും കുറവാണ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത ഷിയർ സ്ട്രെസ്. അതുപോലെ നമുക്ക് കിട്ടിയ ക്രഷിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 77.95 മെഗാ പാസ്കലാണ്. നമുക്ക് തന്നിട്ടുള്ളത് 90 മെഗാ പാസ്കലാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയുള്ള ക്രഷിംഗ് സ്ട്രെസ് നമുക്ക് തന്ന ക്രഷിംഗ് സ്ട്രെസ്സിനേക്കാളും കുറവാണ്. അപ്പോൾ ഈ മുകളിൽ തന്ന ഡിസൈൻ എന്താണ്, സേഫാണ്. അപ്പോൾ ഡിസൈൻ ഈസ് സേഫ്. അപ്പോൾ ഇതാണ് ഒരു കപ്ലിങ് ഡിസൈൻ ചെയ്യുന്ന മെത്തേഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കപ്ലിങ് ഡിസൈൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്, സെക്കൻഡ് ഡിസൈൻ ഓഫ് സ്ലീവ്, തേർഡ് ഡിസൈൻ ഓഫ് കീ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കാണണം. അതിനുശേഷം നമ്മൾ സ്ലീവ് കപ്ലിങ് ഡിസൈൻ ചെയ്യണം. ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററാണ് എന്ത്, നമ്മൾ സ്ലീവിൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ ആയിട്ട് എടുക്കുന്നത്. ഇനി അതിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2D + 13 ആണ്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.5D. D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ. ഇനി അതിനുശേഷം നമ്മൾ ഡിസൈൻ ഓഫ് സ്ലീവിൽ ഇൻസൈഡ് ഡയമീറ്ററും സ്ലീവിൻ്റെ ഇൻസൈഡ് ഡയമീറ്ററും സ്ലീവിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്ററും സ്ലീവിൻ്റെ ലെങ്ത്തും കണ്ടതിന് ശേഷം സ്ലീവിൽ ഇൻഡ്യൂസ് ചെയ്യണ ഈ വാല്യൂസ് വെച്ചിട്ട് സ്ലീവിൽ ഇൻഡ്യൂസ് ചെയ്യണ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക. ആ ഷിയർ സ്ട്രെസ് നമുക്ക് തന്ന ഷിയർ സ്ട്രെസ്സിനേക്കാളും കുറവാണെങ്കിൽ ഈ ഡിസൈൻ, മുകളിൽ തന്ന ഡിസൈൻ എന്താണ്, സേഫാണ്. അതിനുശേഷം നമ്മൾ ഡിസൈൻ ഓഫ് കീ കാണും. അപ്പോൾ ഡിസൈൻ ഓഫ് കീ കാണുമ്പോൾ നമുക്ക് ഷിയർ സ്ട്രെസ്സും ക്രഷിംഗ് സ്ട്രെസ്സും തന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻ ഒന്നൊന്നിൻ്റെ പകുതിയാണോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അത്
സ്ക്വയർ കീ ആണ്, അതല്ലെങ്കിൽ അത് റെക്റ്റാങ്കുലർ കീ ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് റെക്റ്റാങ്കുലർ കീ ആണ്. അപ്പോൾ റെക്റ്റാങ്കുലർ കീയുടെ വിഡ്ത്തും തിക്നെസ്സും ലെങ്ത്തും കാണുക. അതിനുശേഷം ഇതിൽ ഇൻഡ്യൂസ് ചെയ്യണം, ഈ കീയിൽ ഇൻഡ്യൂസ് ചെയ്യണ ഷിയർ സ്ട്രെസ്സും കാണുക, ക്രഷിങ് സ്ട്രെസ്സും കാണുക. അപ്പോൾ ഈ രണ്ട് വാല്യൂസ്, ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂസും ക്രഷിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂസും നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂസും ക്രഷിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂസിനേക്കാളും കുറവാണെങ്കിൽ ഡിസൈന് സേഫാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പ്രോബ്ലം ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.